പൊതുവെ മനുഷ്യർ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനും ജീവിതത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വേണ്ടി തങ്ങളുടെ നിയന്ത്രണങ്ങൾക്കപ്പുറമുള്ള ശക്തിയിൽ വിശ്വാസമർപ്പിക്കുന്നത് സാധാരണമാണ്. ആ ശക്തിയിൽ അർപ്പിക്കുന്ന അകമഴിഞ്ഞ പ്രാർത്ഥനയും ദൃഢമായ വിശ്വാസവും അവർക്ക് മനോബലം നൽകുന്നതോടൊപ്പം പല വിപത്തുക്കളിൽ നിന്നുള്ള മോചനത്തിനും വഴിവെക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ചിലർ ആ ശക്തിയോടൊപ്പം സഞ്ചരിച്ച് ജന്മജന്മാന്തരങ്ങളുടെ പൊരുളും ലക്ഷ്യവും തിരിച്ചറിയുന്നു. ഏതൊരാൾക്കും തന്റെ ജീവിതത്തിൽ 5 ദേവതമാർ ഉണ്ടാകും. കുടുംബദേവത, കുലദേവത, നക്ഷത്രദേവത, ഉപാസനാദേവത, ദേശദേവത. അങ്ങനെ കുടുംബദേവത എന്നറിയപ്പെടുന്നത് നമ്മുടെ അമ്മയുടെയും അച്ഛന്റെയും പൂർവികർ ആരാധിച്ചിരുന്ന ദേവതയാണ്. ഇതിൽ അച്ഛന്റെ കുടുംബക്ഷേത്രത്തിന് കുറെ കൂടി പ്രാധാന്യം കാണുന്നു. നമ്മളെ സംരക്ഷിക്കാൻ ഏറ്റവും കഴിവുള്ളത് നമ്മുടെ കുടുംബദേവതയ്ക്കാണ്. ലോകം മുഴുവൻ ചുറ്റി നടന്നാലും കുടുംബദേവത പ്രീതിപ്പെടുന്നില്ലെങ്കിൽ ഫലം ശൂന്യമാണ് എന്ന് പറയാം. രണ്ടാമത് കുലദേവത. നമ്മൾ ജനിച്ച ഗോത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു കുലദേവത. ഏതു കുലത്തിലാണോ ജനിച്ചത് ആ കുലത്തിന് ഒരു രക്ഷാദേവതയോ കുലഗുരുവോ ഉണ്ടാകും. അതാണ് കുലദേവത. അടുത്തത് നക്ഷത്രദേവത. ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതമാരുണ്ട് എന്ന് ജ്യോതിഷം. നമ്മുടെ കാലദോഷങ്ങൾക്ക് ജന്മനക്ഷത്രം വരുന്ന ദിവസം അതാതു ദേവതകൾക്ക് ക്ഷേത്ര വഴിപാടുകൾ ചെയ്യുക എന്ന പ്രതിവിധിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉപാസനാദേവത. ഒരാൾ തനിക്കിഷ്ടമുള്ള ഒരു ദേവതയെ അയാളുടെ ആത്മീയമായ ഉന്നതിക്ക് പൂജിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ആ ദേവത പ്രീതിപ്പെട്ടാൽ അയാൾക്ക് നേരെ വരുന്ന വിപത്തുക്കളെ പരിച പോലെ തടയുകയും പ്രതിസന്ധികളെ നേരിടാനുള്ള മനക്കരുത്തു നൽകുകയും അതോടൊപ്പം വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള ബുദ്ധി പ്രകാശിപ്പിക്കുകയും ചെയ്യും. ഉപാസനാദേവതയും കുടുംബദേവതയും ഒരാൾ തന്നെയാകുന്നത് വളരെ നല്ലത്. നമ്മൾ താമസിക്കുന്ന ദേശത്ത് ഒരു ദേവതയുണ്ടാകും. ഗ്രാമദേവത എന്നറിയപ്പെടുന്നത് ആ ദേവതയാണ്. ഗ്രാമത്തിലുണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്നും ഈ ദേവത കാത്തുരക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരാൾക്ക് ഈ വിധം 5 ദേവതമാരുണ്ട്. ഇതിലേറ്റവും പ്രാധാന്യം കുടുംബദേവതയ്ക്കും കുടുംബക്ഷേത്രത്തിനുമാണ്. നമ്മുടെ 90% പ്രശ്നങ്ങളും കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് പ്രാധാന്യം എപ്പോഴും കുടുംബദേവതയ്ക്കായിരിക്കണം.